നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. താലിബാൻ ശൈലിയിൽ ഭീകര സംഘടനകളുടെ മാതൃകയിലാണ് സിദ്ധാർത്ഥനെ കോളേജ് ഹോസ്റ്റലിൽ SFI നേതാക്കൾ ക്രൂരമായി ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാക്കിയതെന്ന രക്ഷകർത്താക്കൾ. CBI അന്വേഷണം ആവശ്യപ്പെട്ട സിദ്ധാർത്ഥന്റെ അമ്മ MR ഷീബ മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിലാണ് ഈ ആരോപണം ഉള്ളത്. ഫെബ്രുവരി 16 മുതൽ 18 വരെ 3 ദിവസം SFI നേതാക്കളുടെയും കോളേജിലെ യൂണിയൻ ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ നടന്ന ക്രൂരമായ ആൾക്കൂട്ട വിചാരണയാണ് 20 വയസ്സുള്ള തന്റെ മകന്റെ മരണത്തിന് കാരണമാക്കിയത്. ഉത്തരേന്ത്യൻ വിദ്യാർത്ഥികളാണ് തന്റെ മകൻ നേരിട്ട ക്രൂര വിചാരണ ആദ്യം പുറത്തു പറഞ്ഞത്. ഹോസ്റ്റലിലെ മുഴുവൻ കുട്ടികളുടെയും മുന്നിൽ നഗ്നനാക്കി നിർത്തി ബെൽറ്റ് കൊണ്ടും കേബിൾ കൊണ്ടും ഒക്കെ അടിക്കുകയായിരുന്നു. ആന്തരിക മുറിവുകൾ ഉണ്ടാക്കി ചികിത്സ കിട്ടാതെയാണ് സിദ്ധാർത്ഥൻ മരിച്ചത്. തൂങ്ങി മരണമാണെന്ന് പ്രചരിപ്പിക്കുന്നത് മുഖവിലയ്ക്ക് എടുക്കാൻ പോലും കഴിയില്ല എന്നും അമ്മ ആ നിവേദനത്തിൽ പറയുന്നു. വാലന്റൈൻസ് ദിനാഘോഷത്തിൽ ഒരു പെൺകുട്ടിയോടൊപ്പം സിദ്ധാർത്ഥൻ നൃത്തം ചെയ്തത് SFI യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഷാനും കോളേജ് യൂണിയൻ പ്രതിനിധി ആസിഫ് ഖാനും ഇഷ്ടപ്പെട്ടില്ല. ഇതിന് പ്രതികാരമായാണ് അവർ സിദ്ധാർത്ഥനെ ആക്രമിക്കുന്നത്. SFI നേതാവ് അമലിന്റെ നേതൃത്വത്തിലാണ് ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയനാക്കിയത്. 3 ദിവസം ഭക്ഷണം പോലും നൽകാതെ അവർ ആക്രമണം തുടരുകയായിരുന്നു. കുറ്റക്കാരെ രക്ഷിക്കാൻ സിദ്ധാർത്ഥനെ അപമാനിക്കാനും വ്യാജ പരാതി നൽകാനും അവർ തയ്യാറായി. സഹപാഠികളായ 6 SFI പ്രവർത്തകർക്കും കുറ്റകൃത്യത്തിൽ പങ്കുണ്ട്. കോളേജ് അധ്യാപകരും വിദ്യാർത്ഥി യൂണിയനും തെളിവുകൾ നശിപ്പിച്ച് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സംഭവത്തിന് പിന്നിൽ സത്യാവസ്ഥ വെളിച്ചത്ത് കൊണ്ടുവരാൻ CBI അന്വേഷണത്തിന് നടപടി സ്വീകരിക്കണമെന്നും നിവേദനത്തിൽ അവർ പറയുന്നു. ഒരു പാർട്ടി ഒഴിച്ച എല്ലാവരും പിന്തുണച്ചു എന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയുന്നു. സിദ്ധാർത്ഥന്റെ മരണശേഷം ഒരു പാർട്ടി ഒഴിച്ച് ബാക്കി എല്ലാ പാർട്ടികളും തനിക്കും കുടുംബത്തിനും പിന്തുണ നൽകിയതായി അച്ഛൻ ജയപ്രകാശ്. CBI അന്വേഷണം ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SFIക്കെതിരായ കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രിയോട് പറഞ്ഞില്ല. കേസിൽ ആരൊക്കെയോ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. സിദ്ധാർത്ഥന്റെ സുഹൃത്തായ അക്ഷയ് സാക്ഷിയല്ല, പ്രതിയാണെന്നും തനിക്ക് ഉറപ്പുണ്ടെന്നും അച്ഛൻ പറഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുഖ്യമന്ത്രി കാണിച്ചെന്നും മുഖ്യമന്ത്രി എല്ലാം കേട്ടുവെന്നും ജയപ്രകാശ് പറയുന്നുണ്ട്. 2 ആഴ്ചക്കാലമായി ആ രക്ഷിതാക്കൾ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് പോരാട്ടത്തിന് നീതിക്ക് വേണ്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. ക്രൂരപീഡനത്തിനിരയായി മരിച്ച മകന്റെ കൊലയാളികളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ നടത്തിയ ശ്രമങ്ങൾക്കൊടുവിൽ മുഖ്യമന്ത്രി ഇടപെടുകയായിരുന്നു. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം CBI അന്വേഷിക്കാൻ തീരുമാനമെടുത്തതോടുകൂടി രക്ഷിതാക്കളുടെ മാത്രമല്ല ഒരു നാടിന് തന്നെ ആവശ്യം ഫലം കണ്ടിരിക്കുകയാണെന്നറിയാം. ഇനി CBI എത്തുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമോ, ഇനി CBI കേസ് എടുക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടതുണ്ട്.